ഇപ്പോൾ ഈ സന്ദീപ് എടപ്പാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിനെ വീട്ടിൽ വന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഫിറോസ് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ഒരു വിഷയം? എന്താണ് ആക്ച്വലി സത്യം പറഞ്ഞ ആ സമയത്തൊക്കെ ഞാൻ കിടന്ന സമയമാണ്. ഇത് വേണമെങ്കിൽ ചെയ്യട്ടെ, ഇവനോട് ചെന്ന് തെണ്ടുന്നുണ്ടോ? ഇവനോടൊക്കെ ബ്ലോഗർമാരോട്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് ഞാൻ ചോദിച്ചു, എൻ്റെ വളർത്തുമകനോട് ഞാൻ ചോദിച്ചു. ഈ ബ്ലോഗർമാർ എന്നെ വിറ്റ് കാശുണ്ടാക്കിയവരുണ്ടല്ലോ. ചികിത്സക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങളെ വിളിച്ചുകൊണ്ട് നമ്മൾ പോയത്. അല്ല സാർ, അത് മോശമല്ലേ, പാവമല്ലേ. നമുക്ക് രേണു ഒന്ന് സത്യം പറയണേ, ശരിക്കും ആരെയാണ് വിൽക്കുന്നത്? രേണുവിനെ സ്വന്തമായിട്ട് രേണു വിൽക്കുകയാണോ അതോ രേണുവിനെ വ്ളോഗർമാർ വിൽക്കുകയാണോ? എനിക്ക് ഭയങ്കര സംശയമായിട്ട് വന്നിരിക്കുക. നിങ്ങൾ ഇതിനൊരു തീരുമാനത ഇപ്പം ഇവിടെ അടിച്ച് പറഞ്ഞോണം. ഒരു രോഗാവസ്ഥയാണ്, കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ പോലും നിങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാതെ മാറ്റി വെക്കുന്ന ഒരു സാഹചര്യത്തിലും നിങ്ങൾ ഇതുപോലൊരു ഇന്റർവ്യൂ കൊടുത്തിട്ട് അതിനകത്ത് പുട്ടിന് തേങ്ങാ കൊത്തിടുന്നത് പോലെ അങ്ങോട്ട് കയറ്റി വെച്ച് കുറേ അധികം കാര്യങ്ങൾ, ഇതൊരു ഇന്റർവ്യൂ ആയിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. ഇത് വ്യക്തമായിട്ട് തോന്നിയത് കിച്ചുവിനെ കുറിച്ച് പറയാനായിട്ട് ഒരു 101 അപരാധങ്ങൾ ഉണ്ടായിരുന്നു. ആ അപരാധങ്ങൾ പറയാനായിട്ട് ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി തേടി ഓരോരുത്തരെ കോണ്ടാക്ട് ചെയ്ത് ഒരെണ്ണം ഒപ്പിച്ച് എനിക്ക് ഇങ്ങോട്ട് പൈസ തരുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇന്റർവ്യൂ തരാമെന്ന്. നിങ്ങൾക്ക് കിട്ടാനുള്ള വ്യൂസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അതിനകത്ത് അടിച്ച് വിട്ട് തരാം. നിങ്ങൾ എനിക്ക് പകരം പേയ്മെന്റ് തന്നാൽ മതി. കാരണം ഇപ്പം എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും ഞെരുക്കത്തിലൊക്കെ ഇരിക്കുക. ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് ഒരുപാട് പൈസ എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്നുണ്ട്. പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പം അങ്ങനെ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരുപാട് പഴമൊഴികൾ നിങ്ങൾക്ക് ഇട്ടുതരാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ റീച്ചിൽ കൊണ്ടുപോകാം. അത് നിങ്ങൾക്കൊരു 3 എപ്പിസോഡായിട്ട് ഇടാനുള്ള സാധന സാമഗ്രികളെല്ലാം ഞാൻ തരാമെന്ന് പറയുന്നു. ശരിക്കും ആരെയാണ് വിൽക്കുന്നതെന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ ജനമധ്യത്ത് വന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. സ്വന്തമായിട്ട് ഓടി നടന്ന് രോഗാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിറ്റ് വന്നിട്ട് സ്വന്തം വിൽപ്പനയെ കാണാതെ ഓടി വന്ന് നിങ്ങളാണല്ലോ വിൽക്കുന്നു എന്ന് പറയുന്നത് ഇത് ഒരു തരം രോഗാവസ്ഥയാണോ എന്ന് എനിക്ക് വളരെ ഡൗട്ടായിട്ട് തോന്നുന്നൊരു കാര്യം. ഷഫീന ബീബിയുടെ ചാനലിൽ ഈ ചാനലിൻ്റെ ആൾക്കാരെ വിളിക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു സ്ത്രീ വിളിക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ് വന്നായിരുന്നേ. അത് കണ്ടുകൊണ്ട് തന്നെ ഇവരുടെ 2ാം പാർട്ട് വന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടതായി ഇവിടെ കാണിച്ചു തരാം. കംപ്ലീറ്റ് ഫ്രോഡ് പരിപാടി എന്തുവാന്നുള്ളത് വ്യക്തമായി കാണിച്ചു തരാം. ഹലോ, ഇത് ചാനലല്ലേ മൂവി? അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണേ സാർ, ഒന്നും വിചാരിക്കരുതേ. ഇപ്പൊ ഒരു നമ്മുടെ രേണുസുധീനെ ഇന്റർവ്യൂ ചെയ്തത് നിങ്ങളായിരുന്നോ? നമ്മുടെ ചാനലിൽ വന്നത്. അതെ, പിന്നെ അത് നിങ്ങള് അങ്ങോട്ട് പോയിട്ട് ഇന്റർവ്യൂ ചെയ്താണോ? ഞാൻ ഒന്നും വിചാരിക്കില്ലട്ടോ സാറേ. അങ്ങനെ എന്തിനാണ് ആ കൊച്ചിനെ വീണ്ടും അതിലേക്ക് വലിച്ചിടുന്നേ? ആവശ്യമില്ലാതെ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചിട്ട് മാറുകയല്ലേ ചെയ്യണ്ടേ? എല്ലാവരും നമ്മള് മാന്യമായ ചോദ്യമാണേ. ഇത് തന്നെയാണ് കണ്ടിട്ടുള്ള റിയാക്ഷൻ വീഡിയോ ആൾക്കാരും കമന്റ് ബോക്സിലും കണ്ടുകൊണ്ടിരുന്നത്. രേണുവിന് വേണ്ടെങ്കിൽ രേണുവിന്റെ രോഗാവസ്ഥയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഇന്റർവ്യൂ കൊടുക്കാം. പക്ഷേ ആ ഇന്റർവ്യൂവിനകത്ത് മർമ്മപ്രധാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കിച്ചുവിനെ തരണം, കിച്ചുവിനെ ഇടിക്കണം, കിച്ചുവായിട്ട് ബന്ധപ്പെട്ട് കിച്ചു എന്നെ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. കഴിഞ്ഞ ഇന്റർവ്യൂവിലും അത് തന്നെ. ഇതേ 2ാമത്തെ ഇന്റർവ്യൂ 30 മിനിറ്റ്, അതിനകത്തൊരു 18-19 മിനിറ്റും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ആരെയാണ് വിൽക്കുന്നത്? രേണു കിച്ചുവിനെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പം ഈ ഒരു അവസരത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അവർക്ക് ചികിത്സക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങളെ വിളിച്ചുകൊണ്ട് നമ്മൾ പോയത്. അല്ല, ഇങ്ങോട്ട് വിളിച്ചാൽ നമ്മൾ പോയി പോകും, മനുഷ്യരല്ലേ. ഇങ്ങോട്ട് വിളിച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയി പോകും. ചികിത്സക്ക് പൈസ ഇല്ല, വിളിക്കുന്നെല്ലാം നല്ലതാ. ഒരിക്കലും ഞാൻ ഇത് വിളിച്ച് തെറ്റാന്ന് പറയുന്നില്ല. അങ്ങനൊരു കാര്യം ഇതിനിടെ നടന്നെങ്കിൽ യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ പ്രൊഫഷൻ ഇതാണ്, നിങ്ങൾക്ക് ലൈം ലൈറ്റ് നിൽക്കണം, എന്നാലേ നിങ്ങൾക്ക് സാമ്പത്തിക വരുമാനം ഉണ്ടാകത്തുള്ളൂ. ഒരു കുഴപ്പമില്ല, നല്ല കാര്യം തന്നെ. ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ലേ, ഒരു കുടുംബം നോക്കാൻ വേണ്ടിയിട്ടല്ലേ, അതിനൊന്നും ആരും ഇവിടെ കുറ്റം പറയുന്നില്ല, എടുക്കുന്നില്ല. പക്ഷേ നിങ്ങളവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് മറ്റൊരുത്തൻ്റെ ജീവിതവും കൂടെ, മറ്റൊരുത്തൻ്റെ ജീവനും കൂടെ. നിങ്ങൾ സ്റ്റെപ്പ് മോം കളിച്ചുകൊണ്ട് സ്റ്റെപ്പ് സണ്ണാണ് നേരത്തെ എൻ്റെ മകനാണെന്ന് പറഞ്ഞ് ഇപ്പോൾ സ്റ്റെപ്പ് സണ്ണിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് വിറ്റുകൊണ്ടിരിക്കുന്നത് ആരെയാണെന്ന് കാണുന്ന വ്ളോഗർമാർക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട് കേട്ടാ. സാർ, അത് മോശമല്ലേ, പാവമല്ലേ. നമുക്ക് വീട്ടിൽ പൈസ നമ്മൾ കൊടുത്തിട്ടാണ് എടുത്തേക്കുന്നത്. അത് അറിയാം, അത് നമുക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് അവരിങ്ങോട്ട് വിളിച്ചുകൊണ്ടാണ് നമ്മൾ പോയത്. അതെ, പക്ഷെ നമുക്ക് അവരോടുള്ള ചോദ്യം മാത്രം ചോദിക്കുക. എന്തിനാണ് ഈ കൊച്ചിനെ ഒരു അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കൊച്ചു? അങ്ങനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് റീച്ച് വേണ്ടേ? അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനും മനുവും കൂട്ടിരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്തുള്ള ചോദ്യാവലി തയ്യാറാക്കിയതും ഇവർ തന്നെയാണ്.
ഇത് തയ്യാറാക്കാൻ മറ്റേ PSC ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അല്ലാത്തതുകൊണ്ട് ഇരുട്ടുമുറിയിലിരുന്നൊന്നും ആർക്കും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അടച്ചുറപ്പ് ചുമ്മാ ഇരുന്ന് രേണു ഒരു 10 ചോദ്യം ചെന്നതെന്ന് പറഞ്ഞാൽ രേണു തന്നെ അങ്ങോട്ട് പറഞ്ഞു 10 ചോദ്യത്തിന് ഏത് ആൻസർ വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ, 10 ചോദ്യം ഞാൻ തരാം. ഇതാണ് ചോദ്യം. എന്തൊക്കെ പറയണം നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾ പറയുന്ന അപരാധമായാലും ശരി, എന്ത് തന്തയില്ലായ്മയാണെങ്കിലും ശരി, നല്ലതാണെങ്കിലും ശരി, അതിനെ ഞാൻ ചീത്തയായിട്ട് വളച്ചൊടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കാണിച്ചു തരാം. ദാറ്റ് ഈസ് മീ, ദാറ്റ് ഈസ് രേണുസുതി, ദാറ്റ് ഈസ് തത്തമ്മയായിട്ട് സംസാരിക്കുന്ന രേണുസുതി, കണ്ണില്ലാത്ത തത്തമ്മയായിട്ട് സംസാരിക്കുന്ന രേണുസുതി. ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ്, ഒറ്റയടിക്ക് ഇറങ്ങിപ്പോയ കണ്ടസ്റ്റന്റ്, മോഹൻലാൽ കൈ പിടിച്ചിറക്കിയ ആദ്യത്തെ കണ്ടസ്റ്റന്റ് രേണുസുതി. ഓ, രേണുസുതി അഭിസംബോധന ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ വാക്കുകളിൽ നിൽക്കില്ല, അവസാനിക്കില്ല. വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങളായിരിക്കും കയറി വരാനായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമൻറ്റ് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളവരിൽ ഇത് തിങ്കളാഴ്ചയാണ്. നിങ്ങൾക്ക് എന്തായാലും 3 ഹൈപ്പുകൾ കാണുക. എൻ്റെ വീഡിയോയ്ക്ക് മര്യാദയ്ക്ക് ഹൈപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് തെറ്റും. അപ്പം രേണുവിൻ്റെ നമുക്ക് ഇൻ്റർവ്യൂയിലേക്ക് കടക്കാം. ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് കാണാനുള്ള ഒരുപാട് നല്ല നല്ല സാമഗ്രികൾ ഒത്തുചേർത്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഗൈസ്. ഇപ്പൊ ഈ സന്ദീപ് എടപ്പാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിനെ വീട്ടിൽ വന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഫിറോസ് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ഒരു വിഷയം എന്താണ് ആക്ച്വലി? സത്യം പറഞ്ഞ ആ സമയത്തൊക്കെ ഞാൻ കിടന്ന സമയം. എന്നിട്ടും സന്ദീപ് ഇടപ്പാൾ എന്നുള്ള ഒരു പ്രതിയെ മറ്റുള്ളവരെ സംസാരിക്കുമ്പോഴത്തേക്കിന് വ്ളോഗർ എന്നും യൂട്യൂബർ എന്നും പറഞ്ഞിട്ട് സന്ദീപ് ഇടപ്പാൾ എന്ന് പറയുന്ന ഒരു പ്രതിയെ അംഗീകരിക്കാൻ പറ്റുന്ന കഴിപ്പുകളാണല്ലോ കയ്യിലിരിക്കുന്നതെല്ലാം. വ്ളോഗർമാരാണല്ലോ ഈ സന്ദീപ് എടപ്പാള്, നമ്മുടെ ആ സ്ത്രീ, അവരുടെ പേര് പറയാൻ എനിക്ക് അറപ്പായോണ്ട് ഞാൻ നാക്കുകൊണ്ട് എന്റെ നാക്ക് ഇനിയും വയ്യാണ്ടാവും, അതൊന്നും പറയുന്നില്ല. അതുൽ വ്ളോഗർ, ഇവരൊക്കെ എനിക്കെതിരെ തിരിഞ്ഞാണ്. ഈ സമയത്തെല്ലാമാണ് ഇതുപോലെ എല്ലാം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഫാദർ നോബൽ ഫിലിപ്പ് അമ്പലവേലി അദ്ദേഹം എനിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചത്. അത് വേറൊന്നും കൊണ്ടില്ല, നമുക്ക് അസുഖം വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയതുകൊണ്ട്, അദ്ദേഹം ഒരു ദൈവപുരുഷനായതുകൊണ്ട്, അദ്ദേഹം വലിയൊരു മനുഷ്യനായതുകൊണ്ടാണ് എനിക്ക് അനുകൂലമായിട്ടൊന്ന് സംസാരിച്ചത്. അല്ലേ? വലിയ മനുഷ്യനായില്ലേ? കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഈ വലിയ മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ചെറ്റയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പൊ അതൊരു വലിയ മനുഷ്യനായിട്ട് തോന്നുന്നതിൽ ഒരു അത്ഭുതവും ഇല്ല. ചിലർ വലുതാവും, ചിലർ ചെറുതാവും. കേട്ടിട്ടില്ലേ? തീരെ എത്തിക്കുന്നതും ഭവാൻ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഞാൻ എടുക്കുന്നുള്ളൂ. പക്ഷേ ഇതൊരിക്കലും രേണുവിനോടുള്ള ദേഷ്യമൊന്നും അല്ല പുള്ളിയുടെ തലയിലോട്ട് കറങ്ങി അടിച്ചത്. പുള്ളി അങ്ങോട്ട് വന്നിരുന്നിട്ട് ആ കുരിശും അങ്ങോട്ട് പിടിച്ച് ആ ബുക്കും അങ്ങോട്ട് എടുത്ത് കയ്യിൽ വെച്ച് ഒരു അപരാധം അങ്ങോട്ട് തുടങ്ങിയല്ലോ. ആ തുടങ്ങിയ തുടക്കലിലാണ് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടായത്. അതിനകത്ത് പറഞ്ഞ വാക്കുകളിലാണ് ബുദ്ധിമുട്ടുണ്ടായത്. അതിനകത്ത് ഒരു കാര്യമില്ലാതെ നിങ്ങളിപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന കിച്ചുവില്ലേ, അതേ കിച്ചുവിനെ അവിടെയും പോയി വീണ്ടും വിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ പരിപാടി കണ്ടപ്പോഴത്തേനും ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് നോബൽ ഫിലിപ്പിന്റെ ഇരട്ട സഹോദരനായിട്ടുള്ള നൊബേൽ ഫിലിപ്പ് ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യമായിട്ടും ലോക കടം മേടിച്ചിട്ടാണൊക്കെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ കണ്ടൊരു അച്ഛൻ ഇതല്ലായിരുന്നു. അച്ഛൻ എന്ത് പറ്റി അച്ഛാ? മനംമാറ്റം വന്നോ? അച്ഛൻ എന്തുവാ അച്ഛൻ സംഭവിച്ചത്? തല വെള്ളക്കെ വല്ലതും വീണോ? അങ്ങനൊക്കെ തോന്നിപ്പോയ ഒരു അസുലഭ നിമിഷമായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം നെഗറ്റിവിറ്റിയൊക്കെ ആളുടെ നേരെ വരാനുള്ളൊരു കാരണം. അത് മനസ്സിലാക്കി സംസാരിക്കുക, അല്ലാതെ ഇങ്ങനെ ആക്കാതെ. ദൈവപുരുഷനാണെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. അപ്പം അങ്ങനെ സംസാരിച്ച സമയത്ത് അദ്ദേഹത്തെ എങ്ങനെയും ഇവർ ഈ സന്ദീപ് എടപ്പാളിനെ പോലുള്ള കുറേ എണ്ണം അദ്ദേഹത്തെ നെഗറ്റീവ് അടിക്കാൻ നോക്കി. അദ്ദേഹം എന്തും ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ശീതയുദ്ധം പോലെ ഞാനും അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയട്ടെ. അത് ഞങ്ങൾ ആ ക്യാൻസർ രോഗം വന്നപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പ്രാർത്ഥിച്ചതോടുകൂടി അത് തീർന്നു. അദ്ദേഹം വലിയൊരു മനുഷ്യനാണെന്നത് കാണിച്ചു തന്നു. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരം അപമാനിച്ചപ്പോഴാണ് അദ്ദേഹമാണ് കേസ് കൊടുത്തതും കാര്യങ്ങളുമായിട്ടും. എന്തായാലും എനിക്കെതിരെ അദ്ദേഹത്തിനെതിരെയാണല്ലോ ഈ പ്രതി. അപ്പം ആ ഒരു പ്രതിയെ അവിടെ ചെന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അത് വളരെ സന്തോഷം. ഒരു ദിവസം അവൻ ലോക്കപ്പിൽ കിടന്നോ? ഒരു ദിവസം കിടന്നോ? അത് മതി. പിറ്റേ ദിവസം ജാമ്യം കിട്ടിപ്പോട്ടെ, എന്തുവാട്ട്. ഹോൾഡാ അല്ലെങ്കിൽ ഇങ്ങനൊന്നും വരത്തില്ലായിരുന്നു. ഹോൾഡ് ഉള്ളവർക്ക് ഹോൾഡ് ഇല്ലാത്തവരെ 1 ദിവസമോ 2 ദിവസമോ മണിക്കൂറുകളോ, ഇനിയിപ്പം ശനിയും ഞായറും കോടതി അവധിയുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം പിടിച്ചിട്ട് ശനിയും ഞായർ 2 ദിവസം നിങ്ങൾക്ക് കോടതി അവധി കിട്ടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും 2 ദിവസം നിങ്ങൾക്ക് ലോക്കപ്പിൽ ഇടാനുള്ളൊരു അസുലഭ മുഹൂർത്തം കിട്ടും. ഐഡിയ പറഞ്ഞു തന്നിട്ട് എൻ്റെ കോത്താഴത്തോട്ട് കൊണ്ടുവരല്ലേ കേട്ടല്ലോ. തിങ്കളാഴ്ച നിങ്ങൾക്ക് ഹാജരാക്കുകയും ചെയ്യാം. ഹോൾഡ് ഉണ്ടെങ്കിൽ പറ്റും. അതുകൊണ്ട് അതൊന്നും എനിക്ക് വലിയ ഇതായിട്ടൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാവുമായിരുന്നു? കിച്ചു കൂടെ ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞ കിച്ചു ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കി ചേച്ചിക്ക് വേണ്ടി ഓടി നടക്കേണ്ട ഒരു ആളാണ്. അങ്ങനെയായിരുന്നു നമ്മുടെ മനസ്സിലതായിരുന്നു. പക്ഷെ വിധി അതല്ലല്ലോ. പൈസയ്ക്ക് മുന്നിൽ പരുതും പറക്കത്തില്ലല്ലോ. പൈസ അത് ശരിയാ. പൈസയാവുമ്പോൾ ആൾക്കാർ പലതും മറക്കും. റിയലൈസേഷൻ നല്ലതാണ്. അത് പിടിച്ച് പറയാനും കഴിയുന്നുണ്ടല്ലോ. അതാണ് മനുഷ്യൻ, ഹ്യൂമൻ ബീങ്സ് അങ്ങനെയാണ്. ക്യാൻസർ കൊണ്ട് പഠിച്ചൊരു പാഠം എന്താ? ക്യാൻസർ കൊണ്ട് ഞാൻ ഒറ്റ കാര്യം പഠിച്ചിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞ ഒരൊറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്നേഹിച്ചവരാരും എനിക്കില്ല, എന്നെ സ്നേഹിച്ചവർ മാത്രമേ എനിക്കുന്നുള്ളൂ. സിമ്പിളാ.
ഇതിനകത്ത് ചേച്ചീനെ നോക്കിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ സഹോദരി ചേച്ചി. ചേച്ചിയുടെ ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ജോലി വരെ വിട്ട് ചേച്ചിയുടെ കൂടെ നിൽക്കാൻ ചേച്ചി അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ചേച്ചി പറഞ്ഞിട്ടാണോ അങ്ങനത്തെ? കഴിഞ്ഞിട്ടാണ് അറിയുന്ന കാര്യങ്ങൾ. അവള് ജോലി വിടുന്നൊന്നും എന്നെ ഞാൻ ഓർത്തുപോലും. ഒരു പൊന്നു പോലാണ്, ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലാണ് എന്നെ നോക്കുന്നത്. അതൊക്കെ നമ്മൾ എന്ത് പുണ്യം ചെയ്തിട്ടാണ്. ഈ ഒരു കാലത്ത് ആരും നോക്കൂല്ലേ അതേപോലെ? സ്വന്തം സഹോദരങ്ങൾ പോലും ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നോട് ഞാൻ പറഞ്ഞില്ല, പ്രശസ്തയായിട്ടുള്ള സ്ത്രീ എന്നോട് പറഞ്ഞത് രേണുവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാം, ഈ സമയത്തും സ്വന്തം ചേച്ചി നോക്കുന്നത്. ഞങ്ങൾക്കൊന്നും അത് കിട്ടിയില്ലല്ലോ രേണുവിന്. എന്നെ ഇമോഷണൽ ആക്കിയ ഒരു കാര്യമാണ് അവർ പറഞ്ഞു. തീർച്ചയായിട്ടും രേണു പറഞ്ഞത് അത് കറക്റ്റാണ്. സ്വന്തം സഹോദരങ്ങൾ പോലും അച്ഛനും അമ്മയും പോലും നോക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലൊരു സഹോദരി സ്വന്തം ജോലിയും കളഞ്ഞിട്ട് അനിയത്തിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി അപ്രിഷ്യബിൾ. അംഗീകരിച്ചേ കഴിയൂ. നല്ല കാര്യം. ഇന്നലെയാണോ ഞാൻ ചുമ്മാ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു സംഭവം, രേണു സുധി ഇത്ര കോടി ഉണ്ടാക്കി, അത് തങ്കച്ചനും രേണുവും കൂടെ എനിക്കറിയില്ല എത്ര. എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ആ തെറി കേട്ടിട്ടാണ് സബ്സ്ക്രിപ്ഷൻ കിട്ടിയ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. സത്യം വെച്ചിട്ടാണ് ഞാൻ മരുന്ന് മേടിക്കുന്നത്. അതേതാണ്ട് ഏകദേശം തീരാറായി. സേവിങ്സ് ഉണ്ടായിരുന്നോ നേരത്തെ? അധികം ഒന്നുമില്ല, ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോഴാണ് വന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. സേവിങ്സ് ഒന്നും ആയിട്ടില്ലായിരുന്നു. ഓ, അപ്പം സബ്സ്ക്രിപ്ഷനിലൂടെ ലഭിച്ച പൈസ അധികം ഉണ്ടായിരുന്നു, അതിപ്പോ തീരാറായി. അപ്പം കുഴപ്പമില്ല. അപ്പൊ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പൈസയിലാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്തതൊന്നുമല്ല. അപ്പൊ മറ്റാരുടെയും പൈസ ഇതുവരെ ആവശ്യം വന്നില്ല, ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ രേണുവിന് ഉണ്ടായിട്ടില്ല എന്നല്ലേ രേണു ഈ ഒരു അവസരത്തിൽ പറയുന്നത്. ദാറ്റ് ഈസ് റിയലി 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 ഗുഡ് തിങ് ബ്രോ, റിയലി ഗുഡ് തിങ്. എനിക്ക് തോന്നുന്നു ഈ ട്രീറ്റ്മെന്റിന്റെ ഒരു നല്ലൊരു ഹ്യൂജ് എമൗണ്ട് എന്തായാലും ആകും. ആ എമൗണ്ടിന്റെ സോഴ്സ് വരെ അന്വേഷിക്കാനായിട്ട് ആൾക്കാരുണ്ട്. ഹോസ്പിറ്റലിൽ വരെ പോയി. ഞാൻ ഈ ആന്റിബോഡി മേടിക്കുന്ന മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച്. പോയതാരാ? നമ്മുടെ മനു ദേവ്, രണ്ട് പേരും കൂടെ പോയേക്കുന്നു രേണു സുധിയുടെ മരുന്നിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. അതിന്റെ തലേ ദിവസം രേണു സുധി ഉപയോഗിക്കുന്ന മരുന്നിന് അത്രയും വിലയില്ലെന്നും അതിന് 15,000 രൂപ അടുപ്പിച്ച ബില്ല് എമൗണ്ട് വരുത്തുള്ളെന്ന് പറഞ്ഞ് ഒരുത്തൻ വീഡിയോ ചെയ്തേക്കുന്നു. ആരാ? അത് ഞാനാ. അതിനുശേഷം ഇവര് പോയേക്കുന്നു ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് അറിയാനായിട്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കിനെ ആ മെഡിക്കൽ കോളേജിലുള്ള അവിടുത്തെ എവിടെ എന്തുവാ മെഡിസിൻ വിൽക്കുന്നത്, എവിടെ പലചരക്കടയിൽ എവിടെ ആയിരുന്നല്ലോ വിൽക്കുന്നത്, മറന്നുപോയി. മെഡിക്കൽ സ്റ്റോറിൽ ഇരിക്കുന്നവർ പറയുക അതൊക്കെ സത്യമാണ്, അത്രയും വില ഉണ്ടെന്നും 2 സംതിങ് രൂപ ഒരു ഇഞ്ചക്ഷന് വരുന്നെന്നും 2 മരുന്നിന്റെ കമ്പൈൻ അത്രയും വില ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഉടനെ അവരെന്തോ ചെയ്ത് അവർ വന്നൊരു വീഡിയോയിൽ ഇരുന്നിട്ട് പറയുവാണേ രേണു പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്, ഇത്രയേ ഉണ്ട് മരുന്നിന്റെ വില, ഇനി ആരും രേണുവിനെ മരുന്നിന്റെ കാര്യം പറഞ്ഞു മരുന്നിന് വിലയില്ലാന്നും പറഞ്ഞു ഇട്ട് കുറ്റപ്പെടുത്തല്ല, അത് വ്യക്തമായ കാര്യമാണ് എന്നുള്ളൊരു കാര്യം. അതാണ് അവന്മാര് ചെയ്ത തെറ്റ്. ഓടിപ്പടച്ച് പോയേക്കുന്നെന്ന്. ഓടിപ്പടച്ച് പോകുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിലേ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആണി അടിക്കുന്ന രീതിയിലായിരുന്നു അവിടുന്ന് ഇവിടുന്നൊക്കെ ഈ പറഞ്ഞ രേണുവിനെതിരെ മരുന്നിന്റെ വിലയും പറഞ്ഞുകൊണ്ട് ആൾക്കാർ കുത്തി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സത്യസന്ധത എന്തുവാണെന്ന് നിങ്ങൾക്കെതിരെ തന്നെ സംസാരിച്ച 2 വ്യക്തികൾ ചെന്നിട്ട് അതിനെക്കുറിച്ച് അതിൻ്റെ റിയാലിറ്റി എന്തോന്ന് എടുത്ത് ഇടുമ്പോഴത്തേക്കിന് അവരെ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുകയില്ലേ വേണ്ടത്, അല്ലാതെ മൂട്ടി കൂടെ തിരി കൊടുത്തുവാണോ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്? അതാണോ ശരി? അങ്ങനെയാണോ? ആണോ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റുന്ന കാര്യം. അത് എങ്ങനെയും ആ ക്യാൻസർ വന്നാൽ കൊച്ചു ആരോട് തെണ്ടുന്നില്ല. അതെങ്ങനെയും ചികിത്സിക്കുവോ മരിക്കുവോ ജീവിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ഇവനോട് ചെന്ന് തെണ്ടുന്നുണ്ടോ? ഇവനോടൊക്കെ വ്ളോഗർമാരോട്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് ഞാൻ ചോദിച്ചോ, എൻ്റെ വളർത്തുമകനോട് ഞാൻ ചോദിച്ചോ, ഈ വ്ളോഗർമാർ എന്നെ വിറ്റ് കാശുണ്ടാക്കിയവരുണ്ടല്ലോ അവരോട് ഞാൻ ചോദിച്ചോ, ഒരു നേരത്തെ തെണ്ടി ഞാൻ ചോദിച്ചോ. ഇന്നും ഈ 3-4-5 മാസമായി ക്യാൻസറായിട്ട് കിടക്കുന്നു. എൻ്റെ വീട് എങ്ങനെ കഴിയുന്നത് ഇവർ ഈ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയവരും എന്നെ വെച്ച് ബിസിനസ് ചെയ്യുന്നവരും അന്വേഷിച്ചു? ആരും അന്വേഷിക്കുന്നില്ലല്ലോ. അതെല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത്. ആരോട് തെണ്ടാലും പോകുന്നില്ല. പിന്നെ എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം? ആ മെഡിക്കൽ കോളേജ് എനിക്ക് എന്നെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ വരെ കംപ്ലൈൻറ്റ് പോയേക്കുന്നു ഞാൻ റീല് ചെയ്യുന്നത്. അപ്പൊ രേണു എന്ത് ചെയ്യണമെന്നറിയോ? ഈ വ്ളോഗർമാർക്കിടയിലേക്ക് അല്ലെങ്കിൽ ഇതുപോലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ രേണു സ്വന്തമായിട്ടൊരു നിബന്ധന കരാറിൽ ഏർപ്പെടണം. വ്ളോഗർമാരുമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുമായിട്ട് വോട്ടവർ ആരുമായിട്ടാണെങ്കിലും ഞാൻ ഇത്രയും കോണ്ടന്റുകൾ മാസം നിങ്ങൾക്ക് ഇത്രയും തരാം, എനിക്ക് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന എമൗണ്ട് എനിക്ക് നിങ്ങൾ തിരിച്ചു തരേണ്ടതാണ്.
അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ കോണ്ടന്റും കാര്യങ്ങളും എടുത്താൽ മതി. ഇല്ലാത്ത പക്ഷം ഞാൻ നിയമ നടപടിയായിട്ട് നേരിടും. കാരണം നിങ്ങളെ എഗ്രിമെന്റ് എൻ്റെ രീതിക്കുവാണല്ലോ. എനിക്ക് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ ആ പൈസ നിങ്ങൾ തിരിച്ചു തരാമെന്നുള്ള ഉറപ്പുകൊണ്ടാണല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാത്തടത്തോളം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന രേണു ആയാലും രേണുകയായാലും രമേശനായാലും രതിനിർവേദത്തിൽ ആരെങ്കിലും ആണെങ്കിലും ശരി, അത് ഒരൊറ്റ നിലപാടോടുകൂടി തന്നെ ഒരു രീതിയിലേ പോകത്തുള്ളൂ. പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടവും താല്പര്യമാണ് എന്തെങ്കിലും തരണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം. രണ്ടാം, ഇനി ഇതിൽ പെടാത്തൊരു കക്ഷി വരുന്ന ഒരാളാണ് ഞാൻ. എന്തെങ്കിലും തരണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് വീണ്ടും തന്തയില്ലായ്മകൾ എടുത്ത് പുറത്തോട്ട് ഇടുന്നത്. അപ്പോഴത്തേക്കിന് ആ രോഗത്തെ പലരും മറന്നു പോകുന്നു. ആ ഒരു കാര്യം മറക്കാതെ രേണു ഇപ്പോഴും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നല്ലതെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. രക്തവും മാംസവും ഉണ്ടായിരുന്ന സമയത്ത് ഊറ്റിക്കുടിച്ചവർ പോലും എന്നെ ഒരു വിളിച്ചോ എന്നെ ഒരു നോക്കി കാണാനോ പച്ചയ്ക്ക് പറയാൻ, ഞാൻ രക്തവും മാംസവും ഊറ്റിക്കുടിച്ച ഒരു മനുഷ്യൻ പോലും എല്ലാവരെയും ഇല്ല എന്നെ ഒന്നും വിളിച്ചു തിരക്കാത്താണ് ക്യാൻസർ. അതാണ് ആ ക്യാൻസർ. ഞാനിപ്പോൾ ആലോചിക്കും, ഇതാണ് ക്യാൻസറിന്റെ ചുരുക്കം. ക്യാൻസർ എന്ന രോഗം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ആയ കാലത്ത് എൻ്റെ രക്തവും മാംസവും ഊറ്റിക്കുടിച്ചവർ പോലും വന്നിട്ടില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്തവർ വന്നു. ഞാൻ സ്നേഹിച്ചവരാരും എന്നെ കാണാൻ വന്നില്ല, എന്നെ സ്നേഹിച്ചവർ വന്നു. അതാണ് ക്യാൻസർ. ഇത്ര ഭീകരതയാണ് ക്യാൻസർ. ഇത് രക്തവും മാംസവും എങ്ങനെ ഊറ്റി കുടിക്കുന്നത്? മാംസം കഴിക്കാനും രക്തം കുടിക്കാനും ഇല്ലേ? എൻ്റെ ചോരയും നീരും വിയർപ്പും കൊണ്ട് ഞാൻ അവരെ സഹായിച്ചിട്ട് അവരെന്നെ തിരിച്ച് സഹായിച്ചില്ല. ആ ഒരു ടോക്കായിരുന്നെങ്കിൽ ഇച്ചിലൂടെ കേൾക്കാൻ നല്ലതായിരുന്നില്ലേ ഗൈസ്? ഈ ട്രീറ്റ്മെന്റിനും കാര്യങ്ങൾക്കും ഒരുപാട് പൈസ ചെലവാകും. ഒരുപാടുണ്ട്. കാരണം ഇതിനകത്ത് വന്നു ഞങ്ങൾക്കൊക്കെ ക്യാൻസർ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു ക്യാൻസർ പേഷ്യന്റ് പറയത്തില്ല. പല വ്ളോഗിലും വന്ന വോയിസ് ആണ്, ഞങ്ങൾക്കൊന്നും ഇത്രയും പൈസ ആയില്ല. എനിക്ക് HER2 പോസിറ്റീവ് ആണ്, അതായത് പെട്ടെന്ന് വ്യാപിക്കുന്ന ക്യാൻസറാണ്. അതിന് ഈ 2.5 ലക്ഷം രൂപയുടെ മരുന്ന് ഈ കീമോ മരുന്നിന്റെ കൂടെ കുത്തിവെച്ചില്ലെങ്കിൽ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് തിരിച്ചു വരണം എന്നുള്ളത് കൊണ്ടാണ് ഈ 2 ലക്ഷം രൂപയുടെ മരുന്ന് ഇതിലേക്ക് കൂടെ കയറുന്നത്. ഇത് ഈ തൊടയിൽ കയറ്റിയിട്ട് തൊടയിലാണ് കുത്തുന്നത്. ആൻറ്റിബോഡി 2.5 ലക്ഷം രൂപയുടെ എല്ലാ കീമോയ്ക്കും 2.5 ലക്ഷം രൂപയുടെ മരുന്ന് ഇവിടെ കുത്തിവെക്കും. ആ കുത്തിവെക്കുമ്പോൾ ഡോക്ടേഴ്സാണ് കൂടെ നിൽക്കുന്നത്. വളരെ സൂക്ഷ്മതയോടെ ഇത്ര മിനിറ്റ് സെക്കൻഡിനകമാണ് ഇത് പതുക്കെ കയറത്തുള്ളൂ. കാരണം അത് കയറിക്കഴിഞ്ഞാൽ അത് കയറുമ്പോൾ നമുക്ക് ഹാർട്ടിനും ഇതിനുമൊക്കെ പ്രോബ്ലം വന്നേക്കാം. അതുകൊണ്ട് അത്ര ഞാൻ മരണത്തിനും ഈ സംസാരിക്കുന്ന ഈ രേണുസുതി ട്രീറ്റ്മെന്റ് സമയത്ത് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് നൂൽപ്പാലത്തിൽ കൂടെ തന്നെയാണ് ഞാൻ വരുന്നത്. അപ്പൊ ആളുകൾ അവിടെ നിന്ന് കുറ്റം പറയും. ഇത്ര ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ വരുന്നത് തിരിച്ച്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? നല്ല കാര്യം. അങ്ങനെ തിരിച്ചു വരുന്നതൊക്കെ നല്ല കാര്യം. അവരാദ്യം അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ അപരാധങ്ങൾ പറഞ്ഞു കയറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. രേണു ഇപ്പം ഈ പറഞ്ഞ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടും അവർ സർവൈവൽ ചെയ്യുന്ന ആ ഒരു വേ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ വിവരിക്കുന്നതും ആ കാര്യങ്ങളൊക്കെ പറയുന്നതും തീർച്ചയായിട്ടും ആൾക്കാർക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ് കാണും. അതിലൂടെ ഈ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, നിങ്ങളുടെ കറേജിനെ, നിങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന രീതി, അതൊക്കെ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ അതിനിടയിൽ കൂടെ ചെറിയൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതിലൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അനുഭവപ്പെടുന്നത് കേട്ടോ. ചേച്ചിയോടുള്ള ആ ഒരു ദേഷ്യം വൃദ്ധപ്പനോട് കാണിക്കുന്നുണ്ട്. അവരെ വലിയ കോൺടാക്ട് ഉണ്ടോ? എനിക്കറിയില്ല. ഇല്ല, ഒരു കോൺടാക്ട് ഇല്ല. ഫോൺ ഇവിടെ എല്ലാവർക്കും പപ്പായിക്കൊണ്ട് ഫോൺ ഇന്ന് നിമിഷം വരെ വിളിച്ചിട്ടില്ലല്ലോ. ഈ കൊച്ചിനെ വിളിക്കത്തില്ല. ആ കൊച്ചിന് സങ്കടം ഉണ്ടോ എനിക്കറിയില്ല. ചോദിക്കാറുണ്ടോ ചേട്ടനെ പറ്റി? ഒന്നും എന്നെ വിഷമിപ്പിക്കുന്ന എനിക്കറിയില്ല. അവനൊന്നും എന്നോട് സംസാരിക്കാറില്ല. അവന് ചേച്ചിയുടെ മക്കളുമായിട്ടാണ് വളരുന്നത്. അവൻ സന്തോഷമായിട്ട് ഇവിടെ വളരുന്നു. ഓക്കെ, അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു. 2-3 വട്ടം ഇതുപോലുള്ള റിയാക്ഷൻ കാര്യങ്ങളോ അല്ലെങ്കിൽ കോൺട്രവേഴ്സീസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് കിച്ചു ഓടിച്ചെന്നിട്ട് ഋതപ്പനെ എടുക്കുന്നു, ഋതപ്പനെ വിളിക്കുന്നു, കൊണ്ടുപോകുന്നു, വീഡിയോ എടുക്കുന്നു, അമ്മയെ വിളിക്കുന്നു, പെർമിഷൻ മേടിക്കുന്നു, ഈ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അമ്മയുമായിട്ട് ഇതുപോലൊരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവിടെ ഒരു അനിയനെ കാണാനായിട്ട് ചേട്ടൻ എത്തുക എന്നുള്ളത് അതൊരു കൺസൈൻ തന്നെ കേട്ടോ. അത് രേണു പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. ആ പറഞ്ഞത് ഒരു കൺസൈൻ ആണ്. അത് അവർക്ക് ആവശ്യമുള്ളൊരു കൺസൈൻ തന്നെയാണ്. അതൊരിക്കലും കൺസൈൻ അല്ല നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പൊ ഒരു അമ്മയുടെ സ്നേഹം ഇല്ലാണ്ട് ഒരു കുട്ടി വളരുമ്പോ, ഒരു ആൺകുട്ടി വളരുമ്പോ അവർ വഴിതെറ്റി പോവാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസവും കൂടെ ഒരു വീഡിയോ വന്നല്ലോ, സുധിച്ചേട്ടൻ എന്റെ ഭർത്താവിന്റെ അമ്മയായിട്ട് ഇരുന്നിട്ട്, ഞാനല്ലേ മോനെ കുഞ്ഞിനെ തൊട്ടേ നോക്കിയത്, അമ്മ അല്ലെങ്കിൽ അച്ഛമ്മ നോക്കി കുട്ടിയല്ലേ അത്? അല്ലെ, എനിക്ക് 11 വയസ്സ് തൊട്ടല്ലേ കിട്ടിയത്. ഞാൻ നന്നായിട്ട് നോക്കില്ല. 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ആരും ഇല്ലായിരുന്നല്ലോ. അപ്പൊ അവര് പറഞ്ഞത് കുഞ്ഞിനെ വിട്ട് അവരല്ലേ വളർത്തിയത്, അതെന്തുകൊണ്ടപ്പം എന്നെ വഴിതെറ്റിപ്പോയി? ചോദ്യമാണ്, ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് വഴിതെറ്റിപ്പോയി? എന്റെ അച്ഛമ്മ വളർത്തിയതാ. ആ മോനെ ആരാ വളർത്തിയത്? ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അച്ഛമ്മ വളർത്തിയ കുട്ടി എങ്ങനെ അമ്മയെക്കാളും വളരെ ഇതോടെ വളർത്തുന്നതാണ് അച്ഛമ്മ. അവർക്ക് ഒരുപാട് അറിവുള്ളതാണ്. വളർത്തിയ കുട്ടിയല്ലേ, വല്യച്ഛനും വല്യമ്മയും വളർത്തിയ കുട്ടിയല്ലേ, എന്താണ് വഴിതെറ്റിപ്പോയത്? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും കിച്ചുമായിട്ട് രാഹുൽദാസുമായിട്ട് കുറച്ച് ഏജിന് ഡിഫറൻറ്റേ ഉള്ളൂ ഞങ്ങൾ.
ഒരു അമ്മ മകൻ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഞാൻ അമ്മയെ എന്താ പറയുക അത്രയും ഒരു ഏജുള്ള കുട്ടിയെ ഞാൻ സ്വന്തം മോനായിട്ട് സ്വീകരിക്കണമെങ്കിൽ എൻ്റെ മനസ്സാലോചിക്കും. എനിക്കൊന്നും കുട്ടികളൊന്നും ഇല്ല. പിന്നെയാണ് കിച്ചു, പിന്നെ ഋതുൽ ഇന്ന് ഇവിടെ ജനിച്ചതെങ്കിൽ അത് കിച്ചുവിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു. ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. സുധിച്ചേട്ടൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ നമുക്ക് കിച്ചു മാത്രം മതി, ഞാൻ സമ്മതിച്ചാണ്, വേറെ ആരും വേണ്ട. കാരണം കുഞ്ഞിന് വിഷമം. ആ സമയത്ത് എൻ്റെ വീട് അപ്പൂൻ്റെ സിനിമയൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് വിഷമോ, ഇവനെ വേറെ വിഷമിപ്പിക്കരുതെന്ന് ഓർത്ത്. പക്ഷെ കിച്ചു ഇങ്ങോട്ട് പറഞ്ഞു എനിക്കൊരു അനിയനെ വേണം. അതുകൊണ്ട് എൻ്റെ വീട് അപ്പൂവിൻ്റെ ആ സമയത്ത് നിങ്ങൾ കാണാറുണ്ടായിരുന്നു. അത് എൻ്റെ കുഞ്ഞിനെ എങ്ങോട്ട് ഇറങ്ങിയ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? ആണ്. ഞാനും കാളിയൊക്കെ, ആ കാളി എന്ന് വെച്ചാൽ ഞങ്ങൾ കൂട്ടുകാരൊന്നുമില്ല, കാളിദാസൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്. ദൈവമേ, ഇനി ഞങ്ങൾ കൂട്ടുകാരെന്ന് വിചാരിക്കില്ലേ? ഏതാണ്ട് ഒരു പ്രായം. അപ്പോൾ ഞങ്ങളുടെ സമയത്ത് ഇറങ്ങിയ സിനിമ അതൊക്കെ നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് സിനിമ കാണുന്നത്. ഒരിക്കലും സിനിമ കണ്ടിട്ട് ജഡ്ജ് ചെയ്യില്ല, അത് വളർത്തുന്ന കണക്കിരിക്കും. പിന്നെ മിക്ക വീട്ടിലും ഒരു അനിയനോ അനിയത്തിയോ വരാനുള്ള മെയിൻ കാരണം ആ മാതാപിതാക്കൾ പറയുന്നത്, മൂത്ത മോനെ നീ അല്ലടാ പറഞ്ഞത് ഒരു അനിയനെ വേണോ ഒരു അനിയത്തിയെ വേണോന്ന്, അതുകൊണ്ടല്ല ഞങ്ങൾ ഒരു അനിയനെ ഒരു അനിയത്തിയും നിനക്ക് വേണ്ടി തന്നതെന്ന്. അങ്ങനെ തന്നെയാ. എന്തോ സംഭവം എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതുപോട്ടെ, അതൊക്കെ ഇനി പഴമടിയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രമാണ് ഋതുൽ ഇന്ന് ഇവിടെ ജനിച്ചേക്കുന്നത്. അപ്പം അവന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഒഴിഞ്ഞു വെച്ചതാണ് അമ്മ എന്ന നിലയിൽ. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല അവനെ. എത്രയോ പേര് സ്വന്തം മക്കളെ കൊന്നു കുഴിച്ചു മൂടുന്നില്ലേ? ഇല്ലേ? കടലിലെറിഞ്ഞ് കൊല്ലുന്നില്ലേ സ്വന്തം മക്കളെ? ഞാനൊരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെ വേദനിപ്പിച്ചെങ്കിൽ ആ കുട്ടി അന്നേ പോകത്തില്ലേ? ഈ വളർത്തിയോരുടെ അടുത്ത് പോകത്തില്ലേ? പിന്നെ എന്തിനാണ് സുധിച്ചേട്ടൻ ഈ എൻ്റെ ഭർത്താവ് തൊട്ടിയിട്ട് സ്റ്റേജിന്റെ പുറകിൽ ഒക്കെ ഈ കുഞ്ഞിനെ വളർത്തിയത്, നോക്കിയത്? പല ആർട്ടിസ്റ്റുകളും കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അന്നൊന്നും എനിക്കറിയത്തില്ല ഇവരെ. അതറിയത്തില്ല, അതുകൊണ്ടാ നോക്കിയിട്ടുണ്ട്. കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഇന്റർവ്യൂ ഈ സാധനം ഇവിടെ വെച്ച് നിർത്താടേ. കാരണം യവനെ അപരാധിക്കാൻ വേണ്ടിയിട്ട് പൈസ മേടിച്ചുകൊണ്ട് കുറച്ചധികം ബിറ്റിട്ട് കൊടുത്ത കാര്യങ്ങൾ മാത്രമായിട്ട് എനിക്കിത് കാണാനായിട്ട് പറ്റുന്നുള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും എനിക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. അപരാധങ്ങൾ ഇനി അധികം നീട്ടിക്കൊണ്ട് പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു കാര്യമില്ല, ആ ഒരു വരുമാനത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞില്ലേ, ചോരയും മാംസവും ഇട്ട് കൊടുക്കുന്നു, അതുപോലെ ആ മാംസത്തിന്റെ പച്ചയിറച്ചി എടുത്ത് കഴിക്കുന്നു. അത്രയും അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. അപ്പം